പ്ലസ് ബിയിൽ നമുക്ക് ഇങ്ങനെ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ പ്രൊഡക്റ്റ് മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഇതിന് ഷോർട്ട് കട്ട് വരുന്നത് F7 ആണ്. പക്ഷെ നമ്മൾ ന്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്കൊരു കോഡ് സോഫ്റ്റ്വെയർ തരുന്നതായിരിക്കും. നമുക്ക് നമ്മുടേതായ കോഡ് കൊടുക്കണമെങ്കിൽ നമ്മുടേതായ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഐറ്റത്തിൻ്റെ പേര് ടെസ്റ്റ് ഐറ്റം. പിന്നെ നമുക്ക് 5 തരം പ്രൈസ് കൊടുക്കാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഫസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് അഡീഷണൽ പ്രൈസുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യുന്നതാണ്. കൊട്ടേഷൻ റേറ്റുകൾ കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്ന MRP. ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ലാസ്റ്റ് ഈ പ്രൊഡക്റ്റിന് എത്ര പ്രൈസ് വരെ നമുക്ക് പ്രൊഡക്റ്റ് മാസ്റ്റർ സെറ്റ് ചെയ്യാവുന്നതിനെ കുറിച്ചാണ്. നമ്മൾ 80 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 80 രൂപ തന്നെ താഴോട്ട് നമുക്കിതിനെ സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ടാക്സ് പെർസെൻറ്റേജ്, പ്രൊഡക്റ്റിന് എത്ര ടാക്സ് പെർസെൻറ്റേജ് വരുന്നുള്ളത് 18% 18%, 28% 28% നമ്മളിവിടെ യൂസ് ചെയ്യുക. പിന്നെ ഈ പ്രൊഡക്റ്റിന് നമുക്ക് അഡീഷണൽ സെസ് വരുന്നുണ്ടെങ്കിൽ സെസ് യൂസ് ചെയ്യുന്നതാണ്. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, യൂണിറ്റ് വരുന്നത് നമുക്ക് പീസസ് ആണ് ഡിഫോൾട്ട് ആയിട്ടുണ്ടാവുക. നമുക്കിനി നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ NOS എന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സും ടൈപ്പ് ചെയ്യാം. പാക്ക് എന്ന് പറഞ്ഞാൽ പാക്കിന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ക്രിയേഷൻ്റെ ആവശ്യമില്ല. പിന്നെ കേസ് ക്വാണ്ടിറ്റി, പ്രൊഡക്റ്റിന് കേസ് ക്വാണ്ടിറ്റി വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. വെയിറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. പിന്നെ പർച്ചേസ് പ്രൈസ്, PR പ്രൈസ് എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് പർച്ചേസ് പ്രൈസ് സെറ്റ് ചെയ്യുക. ലാൻഡിങ് കോസ്റ്റ്, ഈ ലാൻഡിങ് കോസ്റ്റ് നമുക്കിവിടെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും പർച്ചേസ് ചെയ്യുമ്പോൾ. ഈ പ്രൊഡക്റ്റ് നമുക്ക് ഓപ്പണിംഗ് LC വരുന്നത്, അതായത് ഓപ്പണിംഗ് ഒരു നിലവിലുള്ള സ്ഥാപനം നമ്മളൊരു സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് LC കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓപ്പണിംഗ് LC കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഓപ്പണിംഗ് LC ഇവിടെ കൊടുത്തു വെക്കാവുന്നതാണ്. ROL, പ്രീ ഓർഡർ ലെവൽ എന്ന് പറയും. നമുക്കൊരു പ്രൊഡക്റ്റ് എത്ര പ്രൊഡക്റ്റ് ഇവിടെ മിനിമം സ്റ്റോക്ക് വേണമെന്നുള്ളത് നമുക്കിവിടെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. 20 കൊടുക്കുന്നു. ഇനി ഈ പ്രൊഡക്റ്റിന് നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു ഡിസ്കൗണ്ട് സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, വെക്കാവുന്നതാണ്. പിന്നെ ഐറ്റം ഗ്രൂപ്പ്, നമുക്ക് ഏത് ഗ്രൂപ്പിലാണ് ഈ ഐറ്റംസ് വരുന്നത് എന്നുള്ളത് നമ്മുടെ ഐറ്റം ഗ്രൂപ്പ് കൊടുക്കാൻ നമുക്കിവിടെ ആദ്യം ഐറ്റം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യാൻ നമുക്കിവിടെ ഐറ്റം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ യൂസ് ചെയ്യാം. ന്യൂ എന്ന ബട്ടൺ, ടെസ്റ്റ് എന്ന് പേര്, കോഡും പേരും ഒന്ന് കൊടുത്താൽ മതി. സേവ് ചെയ്യുക. നമുക്ക് ഈ പ്രോഡക്റ്റിലേക്ക് ഈ ഐറ്റം ഗ്രൂപ്പ് വരാൻ വേണ്ടി നമുക്കിവിടെ FI യൂസ് ചെയ്യാം. ഈ ഗ്രൂപ്പിൻ്റെ ഉടനെ FI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പുകൾ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഏത് ഗ്രൂപ്പിലേക്ക് വരണം എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സപ്ലയർ കോഡ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും. അതല്ല നമുക്ക് ഓൾറെഡി സപ്ലയർ കോഡ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സപ്ലയറെ ക്രിയേറ്റ് ചെയ്യുന്നത് അക്കൗണ്ട് മാസ്റ്ററിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത സപ്ലയർ കോഡ് നമുക്കിവിടെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. സപ്ലയർ സാമ്പിൾ, സപ്ലയർ കോഡ് എപ്പോഴും നമ്മൾ പർച്ചേസ് നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സബ് ഗ്രൂപ്പ് വരുന്നത്, സബ് ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സബ് ഗ്രൂപ്പ് എന്നാണ് ഓപ്ഷൻ, ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. സബ് ഗ്രൂപ്പ് നമുക്ക് ന്യൂ എന്നാണ് ബട്ടൺ, നമ്മൾ നേരത്തെ ഐറ്റം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത മാതിരി തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ടെസ്റ്റ് 1 എന്നാണ് പേര്, ടെസ്റ്റ് 1 സേവ് ചെയ്യാം. നമുക്കിവിടെ സബ് ഗ്രൂപ്പ് നമുക്ക് എന്ത് ചെയ്യാം, FI അടിച്ചിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച സബ് ഗ്രൂപ്പിലൂടെ ഷോ ചെയ്യും. കമ്പനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏത് കമ്പനീൻ്റെ ബ്രാൻഡ് ഏതാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെക്സ് എന്നുള്ളൊരു ബ്രാൻഡ് കൊടുക്കുകയാണ്. HSM കൂടെ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നതിനെ കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം. ലൊക്കേഷൻ ഏത് റാക്കിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ബില്ലടിക്കണം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് വെക്കാം. നേരെ സേവ് എന്നാണ് ബട്ടൺ യൂസ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ പുതിയത് ക്രിയേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ചോദിക്കും. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതെല്ലാം നമുക്ക് പുതിയ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോ എന്ന ബട്ടൺ യൂസ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് മാസ്റ്റർ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. പ്രൊഡക്റ്റ് മാസ്റ്റർ ഇതിനായി ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത് F7 ആണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് നമുക്ക് പേരോ കോഡോ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് ഐറ്റം. ഇനി അതല്ല നിങ്ങൾ കോഡാണ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കോഡ് എന്നുള്ള ബട്ടൻ്റെ മുകളിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോഡുള്ള ഐറ്റംസ് ഇവിടെ ഷോ ചെയ്യും. പേരാണെങ്കിൽ നിങ്ങൾ പേരടിക്കുന്നതനുസരിച്ച് അത് ഷോ ചെയ്തോളും. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ മാറ്റം വരുത്താനുള്ളത് മാറ്റം വരുത്തി. ഇപ്പം നിങ്ങൾക്കിപ്പം
ലാൻഡിങ് കോസ്റ്റ് നമുക്ക് വരുന്ന 50 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പെർസെൻറ്റേജ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് പ്രൈസ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ 50% കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ലാൻഡിങ് കോസ്റ്റിൽ നിന്ന് 50% എടുത്തിട്ട് നിങ്ങൾക്ക് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ പ്രൈസുകളും ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. 60 ആണെങ്കിൽ 60, 70, 80, 90. നിങ്ങൾക്ക് പെർസെൻറ്റേജ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റേറ്റുകൾ സെറ്റ് ചെയ്യാം. നിങ്ങൾ അപ്ഡേഷനും കാര്യങ്ങളും കഴിഞ്ഞ് നേരെ സേവ് എന്നാണ് ബട്ടൺ യൂസ് ചെയ്യുക. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കൊരു പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്, നമുക്ക് ഈ ഒരു സബ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ സബ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ന്യൂ എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും.